ജനനായകൻ ഇന്നലെ ഞാൻ FDFS കണ്ടു വിചാരിച്ചിട്ടാണ് ഇന്നൊരു വീഡിയോ ഇടാം എന്ന് വിചാരിച്ചത്. ലാസ്റ്റ് പടമല്ലേ, അപ്പോൾ അങ്ങനെ പറയാൻ വിചാരിച്ചിട്ടാണ് ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. പടം ശരിക്കും പറഞ്ഞാൽ ദളപതിയുടെ വൺ ലാസ്റ്റ് ഡാൻസ് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പിന്നെ നമുക്ക് തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സീൻസും ഉണ്ട്. വിജയ് ഫാൻസിന് ആഘോഷിക്കാൻ പറ്റുന്ന ഒരുപാട് സീൻസുകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് ഈ ഫസ്റ്റ് ഹാഫിലോട്ടൊക്കെ വരും. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫ്ലാഷ് ബാക്ക് സീനൊക്കെ വേറെ ലെവലായിരുന്നു. പിന്നെ അനിരുദ്ധിൻ്റെ BGM എടുത്ത് പറയണം, പുള്ളിക്കാരൻ ആറിഞ്ഞ് പണി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നല്ല പണിയെടുത്തിട്ടുണ്ട്. അന്യായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. രാവണ മമൻ്റെ ആ ഒരു ട്രാക്കിലൊരു പരിപാടിയുണ്ട്, വേറെ ലെവൽ. പിന്നെ ആക്ഷനൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ദളപതി കച്ചേരിയിൽ നമ്മുടെ വിജയണ്ണൻ്റെ ആ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ബീറ്റ് ഉണ്ട്, മിക്സ് ആയിട്ടുള്ള ഒരു വെർഷനിലൊരു അത് നല്ല രസമുണ്ട്. നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നു. അത് സത്യമായി അത് മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറുന്നില്ല. എന്ത് പെർഫോമൻസ്, അന്യായ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ബോബി ഡികളുണ്ട്, മമിതയുണ്ട്, പൂജ ഹെഡ്ഡി, നരേൻ, പ്രിയാമണി, അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങൾ, പ്രകാശ് രാജ്. അപ്പോൾ വില്ലൻ്റെ ഈ പോർഷൻ വരുമ്പോൾ കുറച്ച് സ്പീഡപ്പ് ആക്കാമെന്ന് തോന്നി, കാരണം അത് കുറച്ച് ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. അവസാനിക്കുന്ന ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ എടുത്തു പറയാനായിട്ടുള്ളത് മമിതയുടെ ആക്ഷൻ ഒക്കെ കൊള്ളാം. ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട്, മകൻ നൈസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് പറയാനാണ്, അത് ഞാൻ ഇപ്പോൾ പറയാം. ഇത് അണ്ണൻ്റെ ലാസ്റ്റ് പടമായിട്ട് എനിക്ക് കണക്കാക്കാൻ പറ്റൂല. എപ്പോഴും ലാസ്റ്റ് പടമായിട്ട് കാണുന്ന ഏതാണെന്ന് പറയുന്നത് ഒന്ന് ലിയോ അല്ലെങ്കിൽ മാസ്റ്റർ. ഇതാണ് ഞാൻ ലാസ്റ്റ് പടമായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. ഞാൻ ആലോചിച്ചു അല്ല മാസ്റ്റർ ഇറങ്ങിയിരുന്നെങ്കിൽ പൊളിച്ചേനെ എന്നുള്ള ആ ഒരു മൈൻഡ് വന്നു. പക്ഷെ ജനനായകൻ എന്താ പറയുക, തിയേറ്റർ എക്സ്പീരിയൻസിനൊക്കെ ഉണ്ട്. പക്ഷേ മാസ്റ്റർ ഓർ ലിയോ, അതാണ് ഞാൻ അത് ലാസ്റ്റ് പടമായിട്ട് ഞാനാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ലാസ്റ്റ് പടമായിട്ടാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അണ്ണൻ ഇപ്പോൾ CM ആയി തകർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നെങ്കിലും ഈ തീരുമാനം മാറ്റി ഒന്ന് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇപ്പോഴും ഞങ്ങളുടെ ഫാൻസുകാരന്മാർ കാത്തിരിക്കുകയാണ്, എന്നെങ്കിലും ഒരു തീരുമാനം മാറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. ഇപ്പോഴും അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വർഷത്തിൽ 1-2 വർഷത്തിൽ ഒരു പടം നിങ്ങൾ ആഗ്രഹിക്കണം. നിങ്ങളെ ഫാൻസിനും പിന്നെ ഈ തിയേറ്റർ ഓണേഴ്സിനും അത് ഭയങ്കര മിസ്സിങ് ആയിരിക്കും. ഒരു വിജയ് പടം എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു ഓണം തന്നെയാണല്ലേ. നമ്മൾ സെലിബ്രേഷൻ തലേ ദിവസത്തെ സെലിബ്രേഷനൊക്കെ ഇതിൻ്റെ പൊന്നെ ഇത് പറയാനിടേ. നമ്മളിവിടെ ഏരീസ് ഫ്ലെക്സിൽ വലിയ കട്ടൗട്ടൊക്കെ കയറി അത് ഞാൻ കാണാൻ പോയായിരുന്നു. അത് നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ DJ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഓണമായിരുന്നു, ഒരു ദളപതി പടം എന്നൊക്കെ പറഞ്ഞൊരു ഉത്സവം തന്നെയാണ്. തമിഴ്നാട്ടിലൊക്കെ ദീപാവലി പൊങ്കലൊക്കെ 23-ാം തീയതിയായിരുന്നു ഇന്നലെ. അതൊക്കെ മിസ് ചെയ്യോടെ. ഒരു റിലീസുകളൊക്കെ ഉണ്ടാവും, പക്ഷെ ഒരു പുതിയ പടം മിസ് ചെയ്യുന്നുണ്ട്. അണ്ണൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ഉണ്ട്. അറിയില്ല, രാഷ്ട്രീയം പ്രവേശനവും പിന്നെ പുള്ളി ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, നല്ല രീതിയിലാണ് പോകുന്നത്, സന്തോഷം. സിനിമ വരണം എന്നാണ് ആഗ്രഹം. CM ആയിപ്പം തകർത്തോണ്ടിരിക്കുകയാണ് പുള്ളി, നല്ല രീതിയിൽ തന്നെ പോട്ടെ. അതുപോലെ തന്നെ ജനനായകനുള്ള തിയേറ്റർ എക്സ്പീരിയൻസിനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതിൽ കുറച്ച് പ്രശ്നങ്ങളുമുണ്ട്, അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും വിജയുടെ ലാസ്റ്റ് പടം പോയി തിയേറ്ററിൽ കാണുക, എൻജോയ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്.